മലബാറിലെ +1 പഠനത്തിന് സൗകര്യക്കുറവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം മുമ്പും സീറ്റുകൾ മാത്രം വർദ്ധിപ്പിച്ചതിനാൽ മിക്ക സ്കൂളുകളിലെയും ക്ലാസ് മുറികൾ ഇപ്പോൾ തന്നെ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. SSLC വിജയിച്ച മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനാവശ്യമായ സൗകര്യമൊരുക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും നിരവധി പരാതികളാണ് ലഭിച്ചത്. മലബാറിൽ സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20% +1 സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദുരിതമാകും. പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം മുമ്പ് നിശ്ചയിച്ച ശതമാനം സീറ്റുകൾ മാത്രം വർദ്ധിപ്പിച്ചതിനാൽ മിക്ക സ്കൂളുകളിലെയും ക്ലാസ് മുറികൾ ഇപ്പോൾ തന്നെ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണുള്ളത്. ഇനിയും സീറ്റുകൾ മാത്രം വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം മലബാറിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നിഷേധിക്കലാകും. CBSE ഫലത്തിന് മുമ്പ് മലപ്പുറത്ത് മാത്രം 20,040 സീറ്റുകളുടെ കുറവുണ്ട്. പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ലഭിക്കുമെന്നതിനാൽ 10ാം തരം വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി +1 പുതിയ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുന്നതിന് സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി കോഡൂരിലെ പൊതുപ്രവർത്തകനായ MT മുഹമ്മദ് മുർഷിദ് നൽകിയ പരാതിയിലാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. ഇതേ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടി. ജയ് ഹിന്ദ് ന്യൂസ്, മലപ്പുറം.